വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങാന്ന് പറയുന്നത് നമ്മളെല്ലാവരും സംബന്ധിച്ചൊരു ടാസ്ക് തന്നെയാണ് കേട്ടെ. മിക്കവാറും സാധനങ്ങൾ വാങ്ങിയിട്ട് വേസ്റ്റ് ആവാറാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഈ പരസ്യം കണ്ട് വാങ്ങുമ്പോൾ. പരസ്യം കണ്ട് നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്ന കാര്യം മാത്രമല്ല പറഞ്ഞത്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനിപ്പോൾ മാളിലൊക്കെ പോയി നമ്മൾ ട്രൈ ചെയ്ത് വാങ്ങൂല്ലേ, അപ്പോഴായാലും എനിക്ക് നല്ലത് കിട്ടാറില്ല. പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു സെയിൽ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ വല്ലാതെ നമ്മളെ ഫോഴ്സ് ചെയ്ത് അത് വാങ്ങിപ്പിക്കാൻ നോക്കും. അത് കൊള്ളാം, നന്നായി ചേരുന്നുണ്ട്, നല്ലതാണ്, അതാണെന്നൊക്കെ പറയും. പക്ഷെ അത് വിശ്വസിച്ച് പോയിട്ട് നമുക്ക് വീട്ടിൽ പോയി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ ആ ഒരു റിസൾട്ട് കിട്ടാറില്ല. അല്ല, എനിക്കങ്ങനെ മിക്കവാറും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മിക്ക സമയത്ത് ഞാൻ നോക്കിയിരുന്നത് ഇതുപോലത്തെ യൂട്യൂബിൽ ഓരോ റിവ്യൂസ് ആണ്. നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസ് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങാറുള്ളത്. അതിനുശേഷം ഓൾമോസ്റ്റ് എനിക്ക് നല്ലതൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഉണ്ടാവും കുറേ എണ്ണം വാങ്ങിയിട്ട് ബ്രാൻഡൊക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് എന്ന് തോന്നുന്നത്. അതായത് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്നതായിരിക്കില്ല ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല റിസൾട്ട് തരുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നല്ല ബ്രാൻഡ് ആയിരിക്കും, പക്ഷെ അത്ര പൈസയൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ ചിലതിന് ഇതിനേക്കാൾ നല്ല റിസൾട്ട് ഉണ്ടാവും. അത് നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നാറുണ്ട്, ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട്. വലിയ വലിയ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് തോന്നി പോകാറുണ്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് പൈസ ഒന്നും വെച്ചിട്ട് അങ്ങനെ പരീക്ഷണം ചെയ്യാനില്ലാത്തവർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ നേരെ പോയിട്ട് വാങ്ങിച്ചിട്ട് ആ പൈസക്ക് അത്രയും വാല്യൂ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അത് നമുക്ക് അത്രയും വർത്ത് ആയിട്ടുള്ളൊരു റിസൾട്ട് ഇല്ലെങ്കിലോ നമുക്ക് എത്രത്തോളം വിഷമാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഞാൻ വാങ്ങിച്ചതിൽ വെച്ചിട്ട് ഒരു നല്ല പ്രൊഡക്ട്സ്, അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ആർക്കും വാങ്ങാൻ പറ്റിയതിൽ വെച്ചിട്ട് നല്ല പ്രൊഡക്ട്സിന്റെ കുറച്ച് റിവ്യൂസും അതിന്റെ ഇതുമാണ് ഞാൻ പറഞ്ഞത് ഏതാ നല്ലത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ വാങ്ങാൻ പോകുന്ന, അതായത് കോളേജ് സ്റ്റുഡൻസ് അവരുടെ അടുത്തൊന്നും ഒരുപാട് പൈസ ഒന്നും വെച്ച് കളിക്കാണ്ടാവില്ല, പോക്കറ്റ് മണീസ് ഒക്കെ കിട്ടുന്നതേ ഉണ്ടാവുള്ളൂ, നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പം അവർക്കൊക്കെ എന്തായാലും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഫേസ് വാഷ് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ ഫേസ് വാഷ് വേണമല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഫേസ് വാഷസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ കയ്യിലുള്ള റീസെന്റ് കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ഇത് രണ്ട് ഹിമാലയയുടെയും എവർ യൂത്തിന്റെയും നല്ലോണം അഫോർഡബിൾ ആയിട്ടുള്ള രണ്ട് ഫേസ് വാഷാണ്. ഇതിനാണെങ്കിൽ 79 രൂപയാണ് 50 ml. ഇത് അതുപോലത്തെ 150 ഗ്രാമിന് 150 രൂപ, അങ്ങനെ എങ്ങനെയുള്ളൂ ഈ എവർ യൂത്തിന്. ബ്രൈറ്റനിങ് ലെമൺ ആൻഡ് ചെറി ഫേസ് വാഷ്, ഇതും ഡീപ് ക്ലെൻസിങ് ആപ്രിക്കോട്ട് ഫേസ് വാഷ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു 50 ഗ്രാമേ ഉള്ളൂ, അതുപോലെ 79 രൂപയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ വലിയ രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്നത് ഇതാണ് കേട്ടോ, എവർ യൂത്തിന്റെ. കാരണം നമുക്ക് വാങ്ങാൻ പറ്റിയത് എവർ യൂത്ത് ആണ്. അപ്പോൾ നമുക്കൊരു ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്കൊരു സോപ്പിന് പകരം ഒരു ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴിക്കുക ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലും ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതിനുള്ളൂ. അപ്പൊ ഞാൻ വലിയ രീതിയിൽ വലിയ ഹൈ ക്വാളിറ്റി ആണ് ഇത് രണ്ടുമൊന്നും പറയുന്നില്ല. ഞാൻ ഇത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ വാങ്ങിക്കോളൂ, അത്രയേ ഉള്ളൂ. എനിക്ക് ഇതത്ര ഇഷ്ടപ്പെട്ടില്ല എവർ യൂത്തിന്റെ അത്. പ്രത്യേകിച്ച് ഇത് വലിയ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഡോട്ട് ആൻഡ് കീ. ഡോട്ട് ആൻഡ് കീ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഹൈ ക്വാളിറ്റി ബ്രാൻഡാണ്. 249 രൂപയാണ് ഇതിന്റെ വില. ഇത് രണ്ടും ഒരുപോലെ എന്താ പറയാ 100 ml. അപ്പൊ ഇത് തരക്കേടില്ല ഈ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കണ്ടു, ഇതൊരു ജെല്ലായിട്ടുള്ളൊരു ഫേസ് വാഷാണ്, നല്ല മണമൊക്കെയാണ്. ഒരു ആപ്രിക്കോട്ടിന്റെ ഒക്കെ മണമാണ്. മാംഗോ എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ എനിക്ക് ആപ്രിക്കോട്ടിന്റെ മണമാണ് കിട്ടിയത്. അപ്പോൾ ഇത് അതുപോലെ ഫേഡ് സ്റ്റബ് ഓൺ ടാൻ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ടാൻ ഒന്നും അങ്ങനെ പോവില്ല. നമുക്കൊരു തരക്കേടില്ലാത്ത നല്ലൊരു ക്വാളിറ്റി ഒരു ഫേസ് വാഷാണിത്. പക്ഷെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ട്, അതായത് 249 രൂപ, ചിലപ്പോൾ കുറച്ചുകൂടി കുറവൊക്കെ കിട്ടുമായിരിക്കും. അതിന് നമുക്ക് വാങ്ങാനൊക്കെ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ വെച്ച സംഭവം ഇതാണ്. ഇത് പോൺസിന്റെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്കൊരു ഇതിൽ എഴുതിയിരിക്കുന്ന 430 എന്നൊക്കെയാണ് MRP, പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്കിത് സൈറ്റിലൊക്കെ, അതായത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ വാങ്ങിച്ചത് 180 രൂപയോ അങ്ങനെ എങ്ങാനേ ഉള്ളൂ. നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട്, 200 ഗ്രാം ഉണ്ട്. നല്ലോണം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പ്രത്യേകത ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഇതാ കണ്ടോ, ഇത് കുറച്ച് ക്വാണ്ടിറ്റി മതി. കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ നന്നായിട്ട് പതയും. പിന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ഞാനൊരു സൈഡ് എഫക്റ്റ് പോലെ ഞാൻ റിവ്യൂ കണ്ടത് ഇത് സ്കിൻ ഡ്രൈ ആക്കും എന്നാണ്. എൻ്റെത് ഓൾറെഡി ഡ്രൈ സ്കിൻ ആണ്, നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്. പക്ഷെ എന്നിട്ട് പോലും എനിക്കത് ഡ്രൈ ആക്കിയിട്ടില്ല കേട്ടോ. ഇത് ഡ്രൈ ആക്കില്ല. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, നമുക്കൊന്ന് മുഖം കഴുകുമ്പോൾ കഴുകിയ പോലത്തെ ഒരു ഫീൽ വേണ്ട, അതായത് ഒരു വൃത്തിയായതുപോലെ, അല്ലാതെ വെറുതെ ഇങ്ങനെ ഓയിലി പോലെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല മുഖം കഴുകി കഴിഞ്ഞാൽ. അപ്പൊ അത് ഇതിനില്ല, അതുകൊണ്ട് മാത്രം. അത് ഇതിനൊക്കെ നന്നായിട്ടുണ്ട്, അങ്ങനെ ഒരു ഓയിലി പോലെ, പക്ഷെ ഇതിനില്ല. അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്ന, ഇത് ഡാർക്ക് സ്പോട്ട് ഫേഡ് ആക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഇത് തന്നെയാണ് കേട്ടോ. അതായത് ഒരു കോളേജ് സ്റ്റുഡൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ.
നിങ്ങളുടെ അടുത്തൊന്നും ഒരുപാട് പൈസ ഉണ്ടാവില്ല, പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്നതല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഞാനും ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കാലം യൂസ് ചെയ്യുന്നത്. കുറേ ഇത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ക്വാണ്ടിറ്റി മതി, നന്നായി പതയും, നല്ലോണം മുഖമൊക്കെ വൃത്തിയാക്കും, ഒരു ബ്രൈറ്റ്നസ് കിട്ടും. എല്ലാം കൊണ്ടും ഇതൊരു നല്ല 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 ഫേസ് വാഷാണ് കേട്ടോ. ഫേസ് വാഷ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോയ്സ്ചറൈസർ ആണ് അത്യാവശ്യമുള്ളത്. അതും ഞാൻ മിക്കത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ പറയും എന്നത് ഓയിലി സ്കിന്നാണ്, മോയ്സ്ചറൈസർ ആവശ്യമില്ല. എന്നല്ല, എല്ലാവർക്കും വേണം കേട്ടോ. പണ്ടൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് പിമ്പിൾസ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആക്നീസ് വരാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ലായിരുന്നു. ഞാൻ നല്ലോണം കട്ടിക്ക് സോപ്പ് ഇതൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് അങ്ങനെ ഡ്രൈ ആക്കി വെക്കും. അങ്ങനെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. എന്റെ വിചാരം ഓയിലി സ്കിന്നിനാണ് ഈ പിമ്പിൾസ് വരിക. അങ്ങനെയല്ല, ഡ്രൈ സ്കിന്നിന് വരും. അപ്പൊ ഈ ഇതുപോലെ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു സംഭവം, അതായത് നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ നന്നായത് സോഫ്റ്റ് ആയത്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മോയ്സ്ചറൈസറാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു മോയ്സ്ചറൈസർ വേണം കേട്ടോ. നമ്മൾ മുഖം കഴുകി കഴിഞ്ഞാൽ ഇത് വേറെ ഒന്നും ഇടണ്ട, നിങ്ങൾ വേറെ ക്രീമോ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ മോയ്സ്ചറൈസർ ഞാൻ മസ്റ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ എന്താ പറയാ, അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയതൊക്കെ ഉണ്ട്. അതിനുള്ളത് നോക്കിയാൽ മതി. അലോവേരയുടേതായിരിക്കും മിക്കവാറും ഉണ്ടാവും, അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പൊ ഞാൻ വാങ്ങിച്ചാല് റീസെന്റ് ഉള്ളതാണ് ഡോട്ട് ആൻഡ് കീട. ഇതൊരു നല്ല സ്മെല്ലാണ്, നമുക്ക് തുറക്കുമ്പോൾ നല്ല നല്ല ഫ്രൂട്ടി സ്മെല്ലാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷേ ഇതിന് 495, അങ്ങനെ എന്നാലും നല്ല പ്രൈസ് ഉണ്ട് ഇതിന്. ഡോട്ട് എനിക്ക് അറിയാമല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് ഉണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ കണ്ട് വാങ്ങിച്ചതാണ്. പക്ഷെ എല്ലാവരുടെ അടുത്തും ഇത്രയും പൈസക്ക് ഒരു മോയ്സ്ചറൈസർ വാങ്ങാനില്ലാത്തവർക്ക് ഞാൻ ഹൈലി 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 റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് നിവിയയുടെ സോഫ്റ്റ് ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് ആപ്രിക്കോട്ടാണോ, എന്തോ. ഞാൻ സ്ഥിരമായിട്ട് സ്ട്രോബെറി ആണ് യൂസ് ചെയ്തത്. ഇപ്രാവശ്യം സ്ട്രോബെറി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മറിയാം. രണ്ടും കൊള്ളാം, എല്ലാം കൊള്ളാം. ഇനിയിപ്പോൾ നോർമൽ ആണെങ്കിൽ അതും നല്ലതാണ്. നിവ്യ അടിപൊളി സാധനമാണ്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മുഖത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പോയി മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലം കിട്ടും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 50 ഗ്രാമാണ്, പക്ഷെ 125 രൂപയാണ്. ഇത് മാക്സിമം MRP മാക്സിമം അത് റീറ്റെയിൽ പ്രൈസ് വരുന്നത്. നമുക്ക് ഓഫറിനൊക്കെ ആയിട്ട് 80, 90 കിട്ടും. ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചു വെക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്രയും ചീപ്പല്ലേ നമുക്കുള്ള ക്വാണ്ടിറ്റി. നിവിയ പോലത്തെ ഒരു ബ്രാൻഡിന്റെ അടുത്ത് നമുക്ക് ഇത്രയും നല്ലൊരു സാധനം കിട്ടാന്ന് പറയുന്നത് ഈ ഒരു വിലയ്ക്ക് നല്ലതാണ്. ഒന്നുകൊണ്ട് നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ഇതിന്റെ അലോവേരയുടെ അതും കിട്ടും. ബാക്കി എല്ലാവർക്കും ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. നല്ലതാണ് കേട്ടോ, നല്ല 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 അടിപൊളി സാധനമാണ്. അപ്പൊ മോയ്സ്ചറൈസറിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ്. എൻ്റെ അടുത്ത് ഇത് എത്ര ബോട്ടിൽ ഉണ്ടെന്ന് അറിയില്ല, അത്രയ്ക്ക് ഒരുപാടുണ്ട്. ഞാൻ കണ്ടിന്യൂസ്ലി ഇതന്നെ കണ്ണും പൂട്ടി വാങ്ങുന്നത്. ഇത് കിട്ടിയതിനു ശേഷം ഞാൻ വേറെ ഒന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ ഇത് വാങ്ങിയത് ഞാൻ വെറുതെ ട്രൈ ചെയ്യാൻ. ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെടും, കടിച്ചു തിന്നാൻ തോന്നി, അത്രയും രസമുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് സൺസ്ക്രീൻ ആണ് കേട്ടോ. സൺസ്ക്രീൻ നമുക്കറിയാം, വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് SPF 40++ അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ അതിലും മേലെ കിട്ടുകയാണെങ്കിൽ അതിലും മേലെ ആയിക്കോട്ടെ. അത് SPF എന്തായാലും കുറഞ്ഞതൊന്നും പോയി വാങ്ങരുത്, 21 പോയി വാങ്ങരുത്. അതൊന്നാമത്തെ ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തത് എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് സൺസ്ക്രീൻ ഇട്ട ഈ വൈറ്റ് പാച്ച്, അത് വല്ലാതെ ഇങ്ങനെ ഒരു വൈറ്റ് അത് അടിച്ച് കണക്കിരിക്കും. ആ ഒരു പ്രശ്നം എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ രണ്ട് പ്രശ്നമില്ലാത്ത രണ്ട് സംഭവമാണ് ഇത്. ഇത് Therefore I Am എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാജൽ സൺസ്ക്രീൻ ആണ്. 50 ഗ്രാമാണ്. ഇതിന് നല്ല വിലയുണ്ട്. 800, 700 അങ്ങനെ എന്തോ ഒരു പ്രൈസ്, 830 രൂപ ഉണ്ട്. ഇത് നല്ല സൺസ്ക്രീൻ ആണ്, അതിന് ഡൗട്ടൊന്നുമില്ല. ജെൽ ഫോം ആണ്, നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. SPF ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ ഇത് എല്ലാവർക്കും ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റുമെന്നും വരില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വാങ്ങുന്ന ഇതിനേക്കാൾ ചീപ്പായിട്ടുള്ള ഒരു വില കുറഞ്ഞ ഒരു സൺസ്ക്രീൻ എന്തായാലും നമുക്ക് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് നല്ലത്, നിങ്ങൾക്ക് കണ്ടാൽ അറിഞ്ഞാൽ എനിക്ക് പിഴിഞ്ഞ ഏകദേശം എത്ര എത്തിച്ചിട്ടുണ്ട്, നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ലാഷീൽഡിന്റെ ആണ്, SPF 40++ ആണ്, UV ആൻഡ് പൊല്യൂഷൻ ഡിഫെൻസ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഓയിൽ ഫ്രീ, മോയ്സ്ചറൈസർ ബൂസ്റ്റ് ആണ്. അങ്ങനെ ഇതിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ വേണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്താ പറയാ, ഇതുപോലെ തന്നെ ഇത് വൈറ്റ് ക്രീം ഫോം ആണെങ്കിലും കണ്ടോ, ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് സ്കിന്നിലേക്ക് നല്ല അബ്സോർബ് ചെയ്തിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ പോലെ തന്നെ അതാവും. കുറച്ച് ഈ വെള്ളപ്പാണ്ട പാച്ച് അടിക്കുന്ന ഒരു പ്രശ്നവും ഇതിനില്ല. ഭയങ്കര നല്ലതാണ്. ഒരു 200 അതിന്റെ ഉള്ളിൽ അങ്ങനെ എങ്ങനെയോ ഉള്ളൂ. അത്രയും വില കുറവിൽ വേറെ ഞാൻ പറഞ്ഞ പോലെ ഇല്ല. അപ്പൊ സൺസ്ക്രീൻ വാങ്ങേണ്ട ഒരു ബിഗിനർക്കാണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യാണ്. കണ്ടോ, എല്ലാവർക്കും വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. കാരണം ഇത് നമുക്ക് നന്നായി യൂസ് ചെയ്യേണ്ടത്, നമുക്ക് പുറത്തു പോകുമ്പോൾ മിക്കപ്പോഴും ഇടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഞാൻ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം. വളരെ ചീപ്പാണ്, പക്ഷെ നല്ലതാണ്. പിന്നെ കുട്ടികൾക്കും സൺസ്ക്രീൻ ആവശ്യമുണ്ട് കേട്ടോ.
അതിട്ട് ശീലിപ്പിക്കുന്നത് നല്ലതാണ്. എനിക്ക് മിക്കപ്പോഴും മോൾ സമ്മതിക്കാറില്ല. പ്രത്യേകിച്ച് നല്ല കട്ട വെയിലിലേക്ക് പോകുന്നവരത് വല്ലാതെ വെയിലത്ത് കളിക്കുന്നതാണ്. അവരുടെ സ്കിന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള SPF 30 സൺസ്ക്രീനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. വല്ലപ്പോഴൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതുപോലെ ഇടാൻ സമ്മതിക്കാത്തൊരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ കുട്ടികൾക്ക് സൺസ്ക്രീൻ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങാം. ഇത് നല്ലതാണ്. ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സൺസ്ക്രീനും കഴിഞ്ഞു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായാലും വരിക ഫൗണ്ടേഷൻ തന്നെയാണ്. ഫൗണ്ടേഷൻ ഞാൻ ഒരുപാട് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത ഒരാളാണ്. അതായത് ഈ ലാക്മേയുടെ 150 രൂപയുടെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ പണ്ട് മുതലുള്ള, അത് മുതൽ ഡാസ്ലർ യൂസ് ചെയ്തിട്ടുണ്ട്, മാമായത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും വെച്ച് ലാക്മേ ഞാൻ ഫൗണ്ടേഷന്റെ കാര്യമായാലും കോമ്പാക്റ്റിന്റെ കാര്യമാണെങ്കിലും ഞാൻ മാറ്റി നിർത്തി. ഞാൻ തിരിഞ്ഞു നോക്കാത്തൊരു സാധനം. അത്രയ്ക്ക് മോശമാണ്, ഒട്ടും ലാസ്റ്റ് ഇല്ല, ഒന്നും ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സംഭവമാണ്. ലാക്മേ എന്താ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ എന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് അതായതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കുറെ വാങ്ങിച്ചിട്ട് ഫൈനലി എനിക്ക് കിട്ടിയ ഒരു നിധിയായിരുന്നു എൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മെബലിന്റെ സൂപ്പർ സ്റ്റേ. ഞാൻ ഇതിനെ പറ്റി സെപ്പറേറ്റ് ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല ഫൗണ്ടേഷനാണ്. ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് എനിക്കൊരു നല്ലത് കിട്ടി. അതായത് ഫൗണ്ടേഷൻ ഇട്ടത് അതിൻ്റെതായ ഒരു ഫീലില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം സൺ പ്രൊട്ടക്ഷൻ നാച്ചുറലി വരുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. കവറേജ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നല്ല കവറേജ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതായിരുന്നു. അവരിത് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് പകരം പുതിയ ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത്. അതിൻ്റെ അടുത്തെത്തില്ലെങ്കിലും ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഇതാണ്. ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഇതാ ഓക്കെ പ്രൊഡക്റ്റ് ആണ്. നല്ലൊരു ഫൗണ്ടേഷൻ തന്നെയാണ്. ഇപ്പോൾ ഇത് 600 അല്ലെങ്കിൽ 700 മാക്സിമം അതിന് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇറങ്ങിയപ്പോൾ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. SPF 16 ഉണ്ട്. ലൂമിമാറ്റ് ഫൗണ്ടേഷനാണ്. ലൂമിമാറ്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട. അതായത് ഈ ഗ്ലിറ്ററിങ് പോലെ അതൊന്നും കാണൂല, അതൊക്കെ പേരിനേ ഉള്ളൂ, അതൊക്കെ വെറുതെ പറയും. ബാക്കി എല്ലാം കൊണ്ടും തരക്കേടില്ല കേട്ടോ. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല ഫൗണ്ടേഷനാണ്. കുറെ എണ്ണം എനിക്ക് വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. ഫേസസ് കാനഡയുടെയും മമയത്തൊക്കെ ഡ്രൈ ആണ്, ക്രാക്കി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഞാൻ ഇതാണ് ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ്. അപ്പം പോയിട്ട് പ്രൈസ് കുറവാന്ന് കരുതിയിട്ട് ലാക്മേ ഒന്നും നിങ്ങൾ പോയി വാങ്ങരുത്. എന്തായാലും പൈസ മുടക്കുകയാണ്. അത് അത്രയും മോശമായതാണ് ഞാൻ പറയുന്നത്. അത് പോയി വാങ്ങരുത് കേട്ടോ. ഇതാണ് ബെറ്റർ. നിങ്ങൾക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. വല്ലപ്പോഴൊക്കെ ഇടുന്നവരാണെങ്കിൽ ഒരു 5-6 മാസം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഇത് ലാസ്റ്റ് ചെയ്യും, കുറച്ച് ഒരു പ്രാവശ്യം പൈസ മുടക്കിയാൽ തന്നെ. അപ്പോൾ ഓക്കെ, ഇതാണ് കോമ്പാക്ട് വേണമല്ലോ അല്ലേ. നമുക്കിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടച്ച് ഒരു ഇത് വേണമല്ലോ, അല്ലെങ്കിൽ ഒരുമാതിരി ഒട്ടിപ്പിടിച്ച ഫീൽ ഇരിക്കും. അപ്പോൾ കോമ്പാക്റ്റിൽ ഞാൻ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത് മെബലിന്റെ ഒരു വൈറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, സൂപ്പർ സ്റ്റേയുടെ ഒരു വൈറ്റ് ബോക്സ് ഇതുപോലെ ഒരു റൗണ്ടിൽ വൈറ്റ് ആയിട്ടുള്ള 160 രൂപ അടിപൊളി സാധനമായിരുന്നു. അത് അവർ ഇതുപോലെ തന്നെ നിർത്തി ഇപ്പൊ കാണുന്നില്ല, ആളെ കാണാനില്ല. പകരം ഞാനിപ്പോ പോയിരുന്നത് ഞാൻ ഫിറ്റ്മിയുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓക്കെയാണ്. ഫിറ്റ്മി തരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 200 സംതിങ് ഒക്കെയാണ് ഇതിന്റെ വില. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അതിന്റെ ഒരു 310 ആണ് ഞാൻ ആദ്യം എടുത്തിരുന്ന ഒരു ഇതെന്ന് പറയും. ഈ കളർ എനിക്ക് വളരെ സ്യൂട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പോയിട്ട് ഫേസസ് കാനഡയുടെ വാങ്ങിയത് ഐവറി എങ്ങാനും എടുത്തു. അപ്പൊ അത് കുറച്ചുകൂടി വൈറ്റ് അടിക്കുന്നു എന്നുള്ള പ്രശ്നമില്ല. അത് നിങ്ങളെ ഇത് നോക്കിയിട്ട് എടുത്താൽ മതി, സ്കിന്നിന്റെ കളർ നോക്കിയിട്ട് എടുത്താൽ മതി. ബാക്കി എല്ലാം കൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഫേസസ് കാനഡയുടെ ഇതാണ്. 225 ഒരു 200 നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം നല്ലൊരു കോമ്പാക്റ്റ് ആണ്. ഇത് ഏറ്റവും ബെസ്റ്റ് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് അഫോർഡബിൾ പ്ലസ് ബെസ്റ്റ് എന്ന് പറയാനുള്ളത് ഫേസസ് കാനഡയുടെ ഈ കോമ്പാക്റ്റ് ആണ്. ലാക്മേയുടെ ഒന്നും ദയവ് ചെയ്ത് പോയി വാങ്ങരുത്. ഭയങ്കര ഫ്ലോപ്പാണ്, ഒന്നിനും കൊള്ളില്ല. സാധാരണ ഒരു പൗഡർ ഇട്ട് അതിനേക്കാളും മെച്ചമുണ്ടാവും. അപ്പൊ ലാക്മേ ഞാൻ ഈ കാര്യത്തിന് അടുപ്പിക്കുന്നില്ല. പിന്നെ വരുന്നത് നമുക്കിത് ഒരു ഒറ്റടിക്ക് പറഞ്ഞു തീർക്കാം. അതായത് കാജലാണ്. കാജലിൽ ഏറ്റവും ബെസ്റ്റ് വൺ മെബലിന്റെ ഇതാണ്. ഇത് കഴിഞ്ഞാൽ ലാക്മേയുടെ ആ കാജൽ ഉണ്ടല്ലോ, അതും കൊള്ളാം. അത് രണ്ടും നല്ല കാജലാണ്. പിന്നെ ഞാൻ വേറെ മാറ്റി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ജാക്കലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഫേസസ് കാനഡയുടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതൊക്കെയോ കാജൽ ഞാൻ ഓഫർ കണ്ട് പോയി വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നും കൊള്ളൂല കേട്ടോ. ഒന്നെങ്കിൽ നന്നായി സ്മഡ്ജ് ചെയ്ത് പാണ്ട ഐസാവും, അല്ലെങ്കിൽ തീരെ നിൽക്കാതെ അത് ഫേഡായി പോകും. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. ഇതിനങ്ങനെയല്ല. ഞാൻ അത്യാവശ്യം നന്നായി കണ്ണിങ്ങനെ തിരുമ്മി കളിക്കുന്ന ഒരാളായിട്ട് കൂടി അത്യാവശ്യം എൻ്റെ കൺമഷി നന്നായിട്ട് നിൽക്കുന്നത് ഈ ഒരു സംഭവം കൊണ്ടാണ്. ഇപ്പൊ 125 രൂപ അങ്ങനെ എന്തോ ഉള്ള ആമസോണിൽ അത്രയും വില കുറവിലൊക്കെ ഇപ്പൊ കിട്ടും. അപ്പോൾ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന കാജൽ ഇതാണ്. പിന്നെ അതുപോലെ ലിപ് ബാം എന്ന് പറയുന്നത്, ലിപ് ബാം ഏതും ഓക്കെയാണ് കേട്ടോ. ഷുഗർ പോപ്പിന്റെ ഈ ഒരു ലിപ് ബാം നല്ലതാണ്. ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ചെറിയ കളറാണ്. നന്നായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇത് ഇടാൻ പറ്റും. അത്യാവശ്യം നല്ല ഡ്രൈ ക്ലൈമറ്റിലൊക്കെ നമുക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ഇതൊക്കെ ഫെയ്ഡായി പോയി. ഞാൻ അത്ര യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ്.
ഷുഗർ പോപ്പ് ഇട്ടാ. ആൻഡ് ഫൈനലി ലിപ്സ്റ്റിക്കിന് വേണ്ടി ഞാൻ പൈസ മുടക്കി. അത്ര പൈസ മുടക്കുന്നതിന് എനിക്ക് നഷ്ടമൊന്നുമില്ല, പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റാതെ ആവുമ്പോൾ ഭയങ്കര ഇതാണ്. നമുക്ക് ഒരുപാട് വിലയുടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുപോലെ റിവ്യൂ ഒക്കെ കണ്ടുപോയി വാങ്ങിക്കും, അവർക്ക് അത് ഇഷ്ടമാവുന്നുണ്ട്. എനിക്കെന്തോ ഈ ചുണ്ട് വല്ലാതെ ഡ്രൈ ആക്കുന്നത്, ക്രാക്കി ആക്കുന്നത്, ഇങ്ങനെ തന്നെ പൊളിഞ്ഞു പോരുന്നത് എനിക്ക് ഇഷ്ടമേ ഇല്ല. പക്ഷെ വാങ്ങുമ്പോൾ അത് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? നമുക്ക് വാങ്ങിയില്ലോ എന്ന് വെച്ചിട്ടൊന്നും ഞാൻ ഇടാറില്ല. ഞാൻ മിക്കതും കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, ഞാൻ ഒഴിവാക്കി വിട്ടതാണ്. അതിലൊന്ന് ഈ പ്ലമ്മും ഒക്കെ കളറൊക്കെ ഓക്കെയാണ്, പക്ഷെ അത്യാവശ്യം ഡ്രൈ ആണ്. അങ്ങനെ പിന്നെ ഇത് എറി വെറി റിതം, ഇങ്ങനെ ഇത് ലിപ് മോസ് എന്നൊക്കെ കണ്ടപ്പോൾ വാങ്ങിയതാണ്, ഒട്ടും ലാസ്റ്റിംഗ് അല്ല. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ലിപ്സ്റ്റിക് ഒരു പറയുകയാണെങ്കിൽ ഒരുപാട് ഫ്ലോപ്പാണ് എനിക്ക് മിക്കതും സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് കുറെ നല്ലത് തരക്കേടില്ലാത്ത കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ലാക്മേയുടെ ഒരു ലിപ് മോസസ് ഉണ്ട്, അതിന്റെ ലിങ്കും ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡും ഉണ്ട്, അതിന്റെ ഷെയ്ഡും കാര്യങ്ങളും ലിങ്കും ഞാൻ കൊടുക്കാം. അപ്പൊ ഇത് രണ്ടും വേണ്ടവർ വാങ്ങിച്ചോളൂ, നല്ലതാണ്. ഞാൻ ഇപ്പൊ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് അത് രണ്ടുമാണ്. അപ്പൊ ഇത്രയുള്ള എന്റെ മേക്കപ്പ് സാധനങ്ങളെ വെച്ചിട്ടുള്ള കമ്പാരിസൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളത് വാങ്ങിക്കാൻ, ബെസ്റ്റ് വൺ വാങ്ങിക്കാനുള്ള ഇത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ. ഞാൻ വെറുതെ ഒന്നിന്റെ പേരിൽ ഇതാക്കല്ലോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണൽ ആൻഡ് ഹോണസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നത്. ബൈ ബൈ.